ഇന്നത്തെ വീഡിയോയിൽ Realme C53 യുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഈ ഒരു Realme C53 മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണ്. നമ്മളിപ്പോ ഗൾഫ് കൺട്രീസിലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു മോഡലാണ് കിട്ടുക. നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. 33 വാട്ടിന്റെ സൂപ്പർ ഹുക്ക് ചാർജ് അവൈലബിൾ ആണ്. 10 മെഗാ പിക്സലിന്റെ AI ക്യാമറയാണ് ഇതിൽ വരുന്നത്. 7.49 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 5000 mAh ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. 90 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഒരു പവർഫുൾ ഒക്ടാ കോർ ചിപ്സെറ്റോട് കൂടിയാണ് ഈ ഒരു Realme C53 വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഡയറക്റ്റ് ലീപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. TPU കേസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആസ് യൂഷ്വൽ ഡോക്യുമെന്റേഷൻ, ഒരു സിം എജക്ടർ ടൂൾ കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. വാട്ടിന്റെ സൂപ്പർ ഹുക്ക് ചാർജറും ഈ ഒരു ഫോണിന്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ബോക്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഫോൺ നോക്കാം. ഈ ഒരു ക്യാമറ പ്ലേസ്മെന്റ് കണ്ടാണെങ്കിൽ നമുക്കിപ്പോൾ iPhone 14 പ്രോയുടെ ഒരു ക്യാമറ പ്ലേസ്മെന്റ് വിലയൊക്കെ ഉണ്ട്. കാണാൻ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. ഇവിടെ ഒരു ഷൈനി ഗോൾഡ് കളറിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ചാമ്പ്യൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു വേരിയന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ 128GB 6GB റാമോട് കൂടിയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. സൈഡിൽ നോക്കുകയാണെങ്കിൽ വോളിയം റോക്കർ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. താഴത്ത് നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഗ്രില്ല്, ചാർജിംഗ് പോർട്ട്, പിന്നെ 3.5 mm ഓഡിയോ ജാക്കും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ സിമ്മിന്റെ സ്ലോട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മളിപ്പോ സ്ലിം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡ്യുവൽ സിം സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്കൊരു മൈക്രോ SD കാർഡും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 2TB മെമ്മറി കാർഡ് വരെ നമുക്ക് ഈ ഒരു ഫോണിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇന്റർണൽ സ്റ്റോറേജ് വരുന്നത് 128GB ആണ്. 6GB ആണ് ഫോണിന്റെ റാം വരുന്നത്. 6GB എക്സ്റ്റെൻഡബിൾ റാമും കൂടെ ഈ ഒരു ഫോണിൽ സപ്പോർട്ടഡ് ആണ്. ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഫോൺ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആകുന്നുണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.74 ഇഞ്ചിന്റെ 90 Hz ഡിസ്പ്ലേ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്മൂത്ത് ആയിട്ട് നമുക്കിപ്പോൾ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ AI ക്യാമറയാണ് പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത്. 5000 mAh ഒരു മാസീവ് ബാറ്ററിയും നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 33 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫോൺ ആയിരിക്കും ഈ ഒരു Realme C53. Realme C53യുടെ UAE പ്രൈസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് 499 dirhams ആണ്. ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് ഗോൾഡൻ സിൽക്ക് ഗ്രേഡിയന്റ് കോട്ടിംഗ് ഉള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. ഇതിന്റെ കോട്ടിംഗ് തിക്നെസ് ഏകദേശം വരുന്നത് 400 നാനോമീറ്റർ ആണ്. ഒരു ഷൈനി ഗോൾഡൻ ടെക്സ്ചർ എഫക്ട് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു പവർഫുൾ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു പ്രോസസർ യൂസ് ചെയ്തിട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഗെയിംസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ AI ക്യാമറയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയുടെ കാര്യം നോക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്ത കുറച്ച് സാമ്പിൾസ് ഫോട്ടോസ് കാണിച്ചു തരാം. ഇതിപ്പോ നൈറ്റിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇതിപ്പോ ഒരു വീഡിയോ എടുത്തതാണ്. നല്ല ക്ലാരിറ്റിയോട് കൂടി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിപ്പോ നോർമൽ മോഡലും ഇതൊരു നൈറ്റ് മോഡലും എടുത്തൊരു ഫോട്ടോ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ക്യാമറയിൽ നിന്നും കിട്ടുന്നത്. ഈ നൈറ്റ് മോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഡാർക്ക് എൻവയോൺമെന്റിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടുന്നതാണ്. ക്യാമറയുടെ കാര്യത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഫിൽറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിറ്റി സ്ട്രീറ്റ്, സീക്രട്ട് ഗാർഡൻ, സണ്ണി ഹോളിഡേ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. 90 Hz ഡിസ്പ്ലേ വരുന്നത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 560 nits ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത്. നമുക്കിതിൽ മിനി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്കിപ്പോൾ ഐഫോണിലേക്കുള്ള ഡൈനാമിക് ഐലൻഡിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Android 13 ആണ് ഇതിൽ വരുന്നത്. Realme UAയുടെ T എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിഷൻ ആണ് ഈ ഒരു ഫോണിൽ UAE ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. മിഡിൽ ഈസ്റ്റ് വേർഷനിൽ നമുക്ക് NFC സപ്പോർട്ടും കൂടി ഉണ്ട്. 360° NFC ആണ്. ഈസി ആയിട്ട് കാർഡ്ലെസ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. Realme C സീരീസിലെ തിന്നസ്റ്റ് ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. Realme C31 8.4 mm ആണ് തിക്നെസ് ഉണ്ടായിരുന്നത്. Realme C33 അതൊരു 8.3 mm ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ Realme C53 നമുക്ക് 7.49 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്.
പറ്റുന്നത്. അതുകൊണ്ട് തന്നെ റിയൽമിയുടെ സി സീരീസിലെ തിന്നസ്റ്റ് ഫോണാണ് ഈ ഒരു ഫോൺ. ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ചാമ്പ്യൻ ഓഫ് ഡിസൈൻ തന്നെയെന്നാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ഫോണിൽ 33 വാട്ടിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. അഡാപ്റ്ററും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 0 to 50% ചാർജ് ചെയ്യണമെങ്കിൽ വെറും 31 മിനിറ്റ്സ് മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സ്റ്റോറേജിന്റെ കാര്യത്തിൽ ഈ ഒരു ഫോൺ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. കാരണം ഈ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ 128 GB അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6 GB റാം ആണ് ഇതിൽ വരുന്നത്. 6 GB ഡൈനാമിക് റാം സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. 12 GB വരെ ഈ ഒരു ഫോണിൽ നമുക്ക് റാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെയധികം സ്മൂത്ത് ആയിട്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഡിസൈനിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിലും ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ കൺസിഡർ ചെയ്യാം. കാരണം എന്ന് വെച്ചാണെങ്കിൽ ഒരു സ്ലീക്ക് ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. 7.49 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നുള്ളൂ. പിന്നെ ബാക്ക് സൈഡിലുള്ള ഒരു ക്യാമറ പ്ലേസ്മെന്റ് കണ്ടാണെങ്കിൽ നമുക്കിപ്പോൾ ആപ്പിളിന്റെ ഒരു ഡിസൈൻ പോലെയൊക്കെ ഉണ്ട്. അതായത് ആപ്പിൾ 14 പ്രോയുടെ ഒരു ക്യാമറ പ്ലേസ്മെന്റ് പോലെയാണ് ഇതിന്റെ ഒരു ക്യാമറ പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ഫോണിനെ ബെസ്റ്റ് ഡിസൈൻഡ് എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമിയുടെ C53. 2 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. എന്റെ കയ്യിലിരിക്കുന്നത് ചാമ്പ്യൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. മൈറ്റി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഹോൾ ഡേ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മെമ്മറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6 GB ബിൽറ്റ് ഇൻ റാം ആണ് ഇതിൽ വരുന്നത്. DRE ടെക്നോളജി യൂസ് ചെയ്തിട്ട് അഡീഷണൽ 6 GB ഡൈനാമിക് മെമ്മറി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗെയിംസ് അല്ലെങ്കിൽ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് ആപ്ലിക്കേഷനെ അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ റൺ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ നമുക്കൊരു സ്റ്റോറേജ് ഫ്രീഡം തന്നെ കിട്ടുന്നുണ്ട്. 128 GB ആണ് ഇതിൽ സ്റ്റോറേജ് വരുന്നത്. അതുമാത്രമല്ല നമുക്കിപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്തിട്ട് 2 TB വരെ ഇതിനെ ഇൻക്രീസ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. നല്ല വാല്യൂ ഫോർ മണി തരുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. അപ്പൊ നിങ്ങളിപ്പോ ഒരു ബഡ്ജറ്റ് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു റിയൽമിയുടെ C53. ഇതിപ്പോ എന്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ ആൻഡ് ഒരു ക്വിക്ക് റിവ്യൂ ആണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറ കമ്പാരിസണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു അൺബ്രേക്കബിൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കൊരു ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നല്ലൊരു അൺബ്രേക്കബിൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന്റെ കൂടെ വരുന്നത്. ഒരു വീഡിയോ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു അൾട്രാ ബൂം സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ 100% വോളിയം ഇനഫ് അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്കൊരു 150 ആയിട്ട് അത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പാർട്ടീസ് അല്ലെങ്കിൽ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.